അസ്സലാമു അലൈക്കും. ഞാനൊരു സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റ് കണ്ട്. അതായത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങളെ പാർട്ട്ണറെ വൺ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമുക്ക് നമ്മളെ പാർട്ട്ണറെ വൺ വേർഡിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. അല്ലേ, നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ലവ് മാരേജ് ആണെങ്കിൽ അവർ തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയം കാണും. അല്ലേ, പരിചയം കാണും ഇൻ ദ സെൻസ് അവർ മ്യൂച്വലി അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിൽ വളരെ ചുരുക്കം സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവരൊരു പുതിയ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ പരസ്പരം അറിയാനും പിടിക്കാനൊക്കെ ടൈം എടുക്കും. ഇപ്പോൾ കല്യാണത്തിന് വരുന്ന ആൾക്കാരൊക്കെ പറയും, ഓ ലുക്ക് അറ്റ് ദം മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ. ദാറ്റ്സ് ടു ക്വിക്ക്. കാണാൻ ചിലപ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിരിക്കാം, പക്ഷേ രണ്ടുപേരും അറിഞ്ഞു വരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിന് കുറച്ച് എക്സ്പ്രസീവൊക്കെ ആവേണ്ടി വരും. നമ്മൾ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അതിൽ ഒട്ടുമിക്ക ആൾക്കാരും എക്സ്പ്രസീവ് ഒന്നും ആയിരിക്കത്തില്ല. നമുക്ക് നിന്നിഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ നമ്മൾ കൂടെ പറയാനും നമുക്ക് പറ്റത്തില്ല ആക്ച്വലി, അല്ലേ. പക്ഷെ അത് ഇമ്പോസിബിൾ അല്ല, ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ചെറിയ ചെറിയ സന്ദർഭങ്ങളൊക്കെ അതിന് ഉണ്ടാക്കിയാൽ മാത്രം മതി. അതായത് നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് പാർട്ട്ണർ ഉടുത്തൊരുങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ കാണാൻ എന്തൊരു മൊഞ്ച അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അന്നേരം ആ മൊമെന്റിൽ അവളെ മുഖത്ത് വരുന്ന ഒരു ചിരി ഉണ്ടല്ലോ, ദാറ്റ്സ് പ്രൈസ്ലെസ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഏതെങ്കിലും പാർട്ടിക്ക് പോകുന്ന സമയത്ത് ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ യു ലുക്ക് ഗുഡ്. അപ്പോൾ അല്ല, നിങ്ങൾ ഔട്ട്ഫിറ്റ് രസമുണ്ട്, പാൻറ്റ്സ് രസമുണ്ട്, അല്ലെങ്കിൽ ഷർട്ട് രസമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഇറ്റ്സ് ഗുഡ്, അല്ലേ. അപ്പോൾ നമ്മൾ ആ പാർട്ടിക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ പറയുന്നതിന് മുമ്പേ നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവലാണ് അതൊക്കെ. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്രസീവ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഡിന്നറൊക്കെ കഴിക്കുന്ന സമയത്ത് അവൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡ് ഭയങ്കര രസമുണ്ട് കേട്ടോ, വാർത്തയോടെ കഴിക്കുന്ന സമയത്ത് അവളുടെ ഉള്ളിലൊരു ഒരു പുഞ്ചിരി ഉണ്ടാവും, അല്ലേ. ആ പുഞ്ചിരി എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഫീലായിരിക്കും അവർക്കൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ അവർ ശ്രമിക്കും. അപ്പം അങ്ങനെ ചെറിയ ഇപ്പോൾ ഈവൻ ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നില്ലേ. ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ റീൽസൊക്കെ വരും, പാർട്ട്ണറെ പറ്റിയിട്ടും സ്നേഹത്തിനെ പറ്റിയിട്ടും ഇഷ്ടത്തിനൊക്കെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ നമ്മളതൊക്കെ എന്താക്കുന്നുണ്ട്, ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നീ ഉണ്ട്, ഇത് കാണുമ്പോൾ എനിക്ക് നിന്നെയാണ് ഓർമ്മ വരുന്നത്. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഭയങ്കര രസമായിരിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ട്രൈ. അത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. നിങ്ങളുടെ പാർട്ട്ണറെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വൺ വേർഡ്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല വൺ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വൺ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്ലീസ് കമന്റ് മീ ഹിയർ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.